പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. കിടപ്പ് രോഗിയുള്ള കുടുംബങ്ങള്, ആന്തരികമായ ഓർഗൻ അവയവങ്ങൾ ഡാമേജ് ആയിട്ടുള്ള കുടുംബങ്ങൾ, കരൾ, കിഡ്നി, ഹൃദയം, പാങ്ക്രിയാസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും അവസ്ഥകൾ, ഗർഭാശയ സിസ്റ്റം ഉള്ളവർ, അർസസ് രോഗികൾ, അൾസർ രോഗികൾ, PCOD രോഗികൾ, മൂത്രത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റം ഉള്ളവർ, മക്കളില്ലാത്തവർ, ട്യൂബ് മുറിച്ച് കളഞ്ഞവർ, ഒരു ട്യൂബ് മാത്രം അവശേഷിക്കുന്നവർ, എല്ലാവരുടെ മേലും ആ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം എൻ്റെ മക്കൾ വിശ്വാസത്തോടെ, നിങ്ങൾക്കറിയാം ഇത് കൃപാസനം, പരിശുദ്ധ അമ്മ 24 മണിക്കൂറും മധ്യസ്ഥം വഹിക്കുന്ന കർത്താവിൻ്റെ ഒരു സന്നിധാനമാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഇപ്പോഴീ രോഗങ്ങളുള്ളവരെ ആ രോഗമുള്ള ഇടത്ത് നിങ്ങളുടെ കൈകൾ വെക്കണം. എന്നിട്ട് പറയണം, അമ്മേ എനിക്ക് വേണ്ടി ഇപ്പം മധ്യസ്ഥം വഹിക്കണം, ഞാൻ നിൻ്റെ തിരുക്കുമാരൻ്റെ നാമത്തിലാണ് എൻ്റെ ശരീരത്തിൽ കൈവച്ചിരിക്കുന്നത്. ഈ രോഗവും ഇതിൻ്റെ അപ്പുറത്തെ രോഗങ്ങൾ ലോകത്തുള്ള സമസ്തവും യേശുക്രിസ്തുവിൻ്റെ പാദത്തിന് കീഴിലാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന്. അങ്ങനെ രോഗാവസ്ഥകളിൽ കൈവച്ചുകൊണ്ട്, രോഗത്തിൻ്റെ ഇടങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അമ്മയുടെ മധ്യസ്ഥതയില് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികള്, കരൾ രോഗികള്, പാങ്ക്രിയാസ് രോഗികള്, ഹൃദയ രോഗികള്, ടോൺസൈറ്റ് രോഗികള്, ക്യാൻസർ രോഗികള്, സിസ്റ്റ് രോഗികള്, PCOD രോഗികള്, ഫിസ്റ്റുല രോഗികള്, അർസസ് രോഗികള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് തർക്കപ്പുരയിടങ്ങൾ. ഇപ്പം എൻ്റെ മനസ്സ് വന്നതാണ് കേട്ടോ, കർത്താവ് തന്നതായിരിക്കും, അല്ലെങ്കിൽ ആരാധന നിൽക്കുമ്പോൾ വേറെ ചിന്ത വരേണ്ട കാര്യമില്ലല്ലോ. ഇത് തർക്കപ്പുരയിടങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ചില ഉടമ്പടി ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകും. തർക്കത്തിൻ്റെ വഴികൾ തർക്കത്തിലിരിക്കുന്നു, കമ്പനി തർക്കത്തിലിരിക്കുന്നു, ജോലി തർക്കത്തിലിരിക്കുന്നു, നിൻ്റെ തസ്തിക തർക്കത്തിലിരിക്കുന്നു, നിൻ്റെ വീട് തർക്കത്തിലിരിക്കുന്നു. മൊത്തം തർക്കം, കൺഫ്യൂഷൻ, വിവാദം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, വീടുകൾ, വ്യക്തികൾ, വിഷയങ്ങൾ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വെക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിൽ നിനക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. നീ സ്വന്തമായിട്ട് പറയണം. ഇപ്പോഴും ഞാൻ ഈ വിഷയത്തിൽ സാക്ഷ്യം പറയും എന്ന് പറയണം. എൻ്റെ ദൈവം ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകും. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, തർക്കപ്പുരയിടങ്ങൾ, തർക്ക ജോലികൾ, തസ്തികള്, വഴികള്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളെയും കർത്താവേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോഴും ഇടപെടണമേ. 10,000-കണക്കിന് മനുഷ്യര് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് എന്റെ ജീവിത ആവശ്യങ്ങളിൽ കർത്താവേ ഇടപെടണമേ, എന്നെ സാക്ഷിയായി മാറ്റണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ,
അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിറ്റുമാറാനുള്ള പറമ്പുകള്, വിറ്റുമാറാനുള്ള വീടുകള്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത വിഷയങ്ങൾ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഒരു സമാധാനത്തോടെ ജീവിക്കാനോ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആ കടമയിലെല്ലാം കർത്താവിൻ്റെ കരുണ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയെങ്കിലും നിങ്ങളുടെ വിഷയം നിങ്ങൾ കാണിക്കണം. സീരിയസ് ആയിട്ട് വേണം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവേ, വീടില്ലാത്തവരെ, സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവരെ, അതിന്റെ പേരില് അവകാശങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ വേദനകളെ ഏറ്റെടുക്കണമേ. എല്ലാവരുടെയും എല്ലാ വിഷയത്തിനു മേലും സമാശ്വാസത്തോടെ കർത്താവേ നിന്റെ ശക്തി ലഭിച്ച് അവർ സമാധാനത്തോടെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ അമ്മേ, പരിശുദ്ധമേ, ഇപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മൗന പ്രാർത്ഥനയുടെ സമയമാണ്. മക്കളില്ലാത്തൊരു അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് മക്കളില്ലാത്തവർ അടിവയറ്റ് കഴിച്ച് അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മേ, ലോക്ക്ഡൗൺ കഴിയുമ്പോൾ, കൃപാസനത്തിൽ ഉടമ്പടി തുടങ്ങുമ്പോൾ, ഉടമ്പടി ധ്യാനം തുടങ്ങുമ്പോൾ അമ്മ എൻ്റെ ഉദരത്തിൽ നൽകിയ കുഞ്ഞുമായി കുഞ്ഞിനെയും കൊണ്ട് വന്ന് അമ്മയുടെ അൾത്താരെ കയറാൻ എന്നെ സഹായിക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ദൈവപൈതലേ, അമ്മ നിന്നെ സഹായിക്കും. 22 വർഷമായിട്ട് മക്കളില്ലാത്തവർ പോലും ഉടമ്പടി ചെയ്ത് മക്കളെ കിട്ടി സാക്ഷ്യം പറഞ്ഞില്ലേ? നിനക്കും വരാൻ കഴിയും. പഠനത്തിൻ്റെ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. എൻ്റെ മക്കള് നമ്മുടെ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഒരു കൊഗാഗുലേഷനാണ്. അതെല്ലാം വ്യക്തതയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ വിപ്രവാസികളായ സഹോദരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃപാസനത്തിൻ്റെയും താക്കോല് കൊണ്ട് കളക്ടറിന് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ സന്തോഷത്തോടെ ഏപ്രിൽ മാസം തന്നെ അത് ചെയ്തതാണ്. ഞങ്ങളെല്ലാവരും ഉള്ള സൗകര്യത്തിൽ ക്വാറന്റൈനിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്വീകരിക്കാൻ കേരളം മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളതിന് പരിശുദ്ധ അമ്മയുടെ ആലയവും അതിനുവേണ്ടി തുറന്നു കൊടുത്തിരിക്കുക. എല്ലാ ക്വാറന്റൈനിൽ താമസിക്കുന്നവരെല്ലാം പെട്ടെന്ന് എല്ലാം നെഗറ്റീവായിട്ട് തിരിച്ച് പൊതുജീവിതത്തിലേക്ക് വരണം. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആരോഗ്യ പ്രവർത്തകരെയും മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് പോലീസ് സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ കാലം കടന്നു പോവുകയാണ്. നമ്മളതിനെ അതിജീവിക്കുന്ന ദൈവത്തിലെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉടമ്പടി എടുത്തവരെല്ലാം അച്ഛൻ ഓർക്കുന്നു. ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തവരുണ്ട്. മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി ചെയ്തു പോയവർ, ഇപ്പോഴും ഓൺലൈൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും അച്ഛൻ ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. നമുക്ക് ലോക്ക്ഡൗൺ തീരണ വരെയാണ് ഓൺലൈൻ ഉടമ്പടിക്ക് സാധ്യതയുള്ളത്. അതുകൊണ്ട് അകലങ്ങളിലും വിദൂര രാജ്യങ്ങളുള്ളവരെ ഈ ദിവസങ്ങളിൽ തന്നെ ഉടമ്പടി ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു.
നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഞങ്ങൾ ഈ ആരാധന നടത്തി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മാതാവിൻ്റെ വണക്കമാസം ആരംഭിക്കുക. 12-ാം ദിവസമാണ്. ഇതുവരെക്കും വണക്കം കൂടാത്തവർക്ക് പഴയ മെയ് 1-ാം തീയതി മുതലുള്ള വണക്കം യൂട്യൂബിലുണ്ട്. മറിയം തീർത്ഥാടനമാണ് നമ്മൾ. മറിയത്തിലൂടെ പരിശുദ്ധാത്മാവിലേക്കെന്നുള്ള വലിയ തീമിലെ വൈകുന്നേരം പെന്തക്കോസ്ത ഒരുക്ക ധ്യാനവും കൂടിയുണ്ട്. അതിൻ്റെ കൂടെ വളരെ അനുഗ്രഹപ്രദമായ ഈ നിമിഷങ്ങളെല്ലാം നിങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. 20,000 പേരൊക്കെയാണ്, 30,000 പേരാണ് കൃപാസനത്തിൽ വണക്കം കൂടുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കുമായിട്ട് തത്സമയത്തിൽ. ഇപ്പോൾ വൈകുന്നേരം 5 മണിക്ക് വണക്കം ആരംഭിക്കും. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതിനുശേഷം ആശീർവാദത്തിൻ്റെ സമയത്തും മക്കളെ ഈശോ അനുഗ്രഹിക്കും. ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ ജീവനോടുകൂടി ശുശ്രൂഷകൾ കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 1000-ങ്ങളും 10,000-ങ്ങളും ശുശ്രൂഷ പങ്കെടുക്കാൻ വേണ്ടി കർത്താവ് ഇടയാക്കിയതിന് ദൈവത്തോട് നന്ദിയുണ്ട്. അതേസമയം തന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അമ്മ അനുഭവം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി ഈ ആരാധനയിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ നിമിഷം ഓൺലൈനിലൂടെ പ്രാർത്ഥന ആരംഭിച്ച് ചോദിച്ചവരെ വണക്കമാസം സമയത്തും കൃപാസനത്തിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ എല്ലാവരും ഓർക്കുന്നു. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചവരെ, അച്ഛൻ്റെ ഇമെയിലിലേക്ക് ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സ്യൂം ആപ്പിൽ ഓരോരുത്തരെ കണ്ടുകൊണ്ട് ഒരു ജപമാല ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എല്ലാ വണ്ടി ലീഡേഴ്സിനെയും കൃപാസനത്തിൻ്റെ എല്ലാ വാഹന പ്രേക്ഷിതരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അച്ഛൻ ഈ നിമിഷം പ്രത്യേകം ഓർക്കുന്നു. ഇവിടെ ഈ വിശുദ്ധമായ മണ്ണിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും ആരെങ്കിലും പ്രത്യേക പ്രയാസത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെയും കർത്താവിന് തിരുമുറുവാർന്ന് വലതുകരത്താൽ ഈശോ ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. അവിടെ സങ്കടങ്ങൾക്ക് കർത്താവിന് കണ്ണുനീരപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. 2 കൈകളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് എല്ലാ ജീവിത നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും. പരിശുദ്ധ അമ്മയ്ക്കും
തിരുക്കുമാരനും അൾത്താരയിൽ വന്ന് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ മഹത്വത്തിനു വേണ്ടി ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. ഞാനൊരു ഒരു വല നിറയെ അമ്മ മാധ്യസ്ഥം നേടിത്തന്ന അനുഗ്രഹങ്ങളും കൊണ്ടാണ് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. എൻ്റെ പേര് എൽസി ഫ്രാൻസിസ്, തൃശ്ശൂർ രൂപതയിലെ ചാഴൂർ ഇടവകാമാണ്. 2025 ജനുവരി 17 ഈ പുണ്യഭൂമിയിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ടീച്ചറായിരുന്നു, റിട്ടയർഡാണ്. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കൃപാസനത്തിനെ പറ്റിയിട്ട് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണോ ഈ കൃപാസന പത്രത്തിനെ പറ്റിയിട്ട് ട്രോള് ഇറങ്ങിയിട്ടുള്ളത്, അത് എനിക്ക് പോസിറ്റീവായിട്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഈ പുണ്യഭൂമിയിലൊന്ന് വരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. 2017 ഞാൻ വന്നത്. എൻ്റെ മകൻ്റെ വിവാഹം 32 വയസ്സായിട്ടും 3 വർഷമായിട്ട് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്ന വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല. മാനുഷിക പരിഗണന വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ യോഗ്യതകളും ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് യോഗ്യതകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ വിവാഹം നടക്കും എന്ന പൂർണ്ണ ഒരു വിശ്വാസത്തിന്മേലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 4ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഇതെൻ്റെ മകൻ ബിജു ഫ്രാൻസിസ്, മകൻ്റെ ഭാര്യ അമല ബേസിലെ ഈ മകളായിട്ടുള്ള പ്രപ്പോസൽ പല പ്രാവശ്യം ഞങ്ങൾക്ക് വന്നു പോയിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും അത് തട്ടിമാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവായിട്ട് എനിക്കൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് തന്നാൽ മതി. മാതാവായിരിക്കണം ബ്രോക്കർ, വേറൊരാൾ എനിക്ക് പറയണം ഇത് അമ്മ നേടി തന്നിട്ടുള്ളതാണ് ഈ അനുഗ്രഹം എന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് 4ാമത്തെ ഉടമ്പടി പുതുക്കി അന്ന് വൈകുന്നേരം മകളുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയാണല്ലോ ബ്രോക്കർ, അപ്പം അമ്മ കൂടെ ഉണ്ടെന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എല്ലാവരും വിരുന്നുകാർ അവരുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു കൊന്ത എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഈ വന്നവരുടെ ആരുടെയോ കയ്യിൽ നിന്ന് വീണിട്ടുള്ള കൊന്തയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് ബോധ്യമായി, ബ്രോക്കർ കൂടെ വന്നിട്ടുണ്ട്, അമ്മയായിട്ട് കൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അങ്ങനെ വിവാഹം 6ാമത്തെ ഉടമ്പടി ഒതുക്കണേക്കാളും മുമ്പ് തന്നെ വിവാഹം കാനായിലെ കല്യാണം എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നു. അതുപോലെ തന്നെ ഉടമ്പടിയിൽ വിശ്വാസമുള്ള ഒരു മകളെയും കുടുംബത്തെയാണ് ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെയുള്ളൊരു മകളെയാണ്, മരുമകളെയല്ല മകളെയാണ് അമ്മ എനിക്ക് തന്നത്. ഈ ഉടമ്പടി പിന്നെ 2ാമത്തെ ഒരു കാര്യം എനിക്ക് തന്നിട്ടുള്ളത് 45 വർഷത്തിലും മേലെയായിട്ടുണ്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട്. ഒരു മത്സ്യമോ മാംസമോ ഞാൻ കഴിക്കുമെങ്കിലും ഒരു മുട്ടയുടെ കഷ്ണം വരെ കഴിക്കുമ്പോൾ എനിക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിൻ്റെ ഇപ്പോൾ പോവാത്തൊരു ബുദ്ധിമുട്ട് നല്ല പോലെ അനുഭവപ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ അടിവയറ്റിലും തൈലവും മാതാവിൻ്റെ ഉപ്പും തേനും വിശ്വാസത്തോടു കൂടി ചെല്ലും, മാതാവേ എനിക്കിത് മാറുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, നിയോഗത്തിൽ വെച്ചതുമല്ല, അത് എങ്ങനെയോ മാറിപ്പോയി. ഇപ്പം ഞാൻ 2-3 മുട്ട കഴിച്ചാലും 4 എത്ര ഫങ്ഷന് പങ്കെടുത്താലും എന്നെ അത് ബാധിക്കുന്നില്ല. അത് എൻ്റെ ശരീരം അത്ര സ്മൂത്തായി അതിനോട് ചേർന്ന് പോവാണ് ചെയ്യുന്നത്. മാതാവിനും തിരുക്കുമാരനും ഞാൻ അറിയാണ്ട് എന്നെ സൗഖ്യപ്പെടുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ 3ാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകൻ ഫോട്ടോഗ്രാഫറാണ്, ഒരു വെഡ്ഡിങ് കമ്പനി നടത്താണ് തൃശ്ശൂർ. നല്ല രീതിയിൽ അവൻ പോയിക്കൊണ്ടിരുന്നൊരു കമ്പനിയാണ്. പക്ഷേ അത് കുറച്ച് നാളുകളായിട്ട് അത് 0 ലെവലിലെത്തി. അവരെന്നും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മേ കമ്പനിക്ക് വർക്കില്ല, ഞാൻ എന്താ ചെയ്യുന്നു, ഒരു എൻക്വയറി പോലും വരുന്നില്ല,
ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ദിവസം ചെല്ലും തോറും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണില്ല. ഞാൻ അത് ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യണോ? ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഓഫീസിൽ പോകാൻ തന്നെ തോന്നണില്ല. ഞാൻ അപ്പം അവൻ പറയുന്നത് അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ ഞാനത് സ്പീക്കറിൽ വെച്ചിട്ട് ആ രൂപത്തിൻ്റെ അവിടേക്ക് ഞാൻ കേൾപ്പിച്ചു കൊടുക്കും. എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ല, നിങ്ങൾക്കേ അത് ചെയ്യാനുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഈശോയോടും പറയും. ഞാൻ സഹായിയാണ്, എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ എന്ന് പറയും. 6ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അമ്മയെ ഓഫീസിൻ്റെ കാര്യം ഒന്ന് നിയോഗത്തിൽ വെക്കണം എന്ന് പറഞ്ഞു. ഞാനത് നിയോഗത്തിൽ ഞാൻ വെച്ചു. ആ നിയോഗത്തിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പള്ളിയിൽ, അടുത്തുള്ളൊരു പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്ന് ഓഫീസ് വെഞ്ചിരിച്ചു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രമൻഡസ് ചേഞ്ചസ് ആണ് കമ്പനിക്ക് വന്നത്. പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും നാളും കെട്ടിക്കിടന്ന് ഒരു എൻക്വയറി പോലും കമ്പനിക്ക് വന്നിരുന്നില്ല. കമ്പനിയിലെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വരെ ബുദ്ധിമുട്ടായിരുന്ന കമ്പനിക്ക് എവിടെന്നോ ചാകര പോലെയാണ് വർക്ക് വന്നുകൊണ്ടിരുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാർ നേരം വെളുക്കോളം വലയെറിഞ്ഞിട്ട് മത്സ്യം കിട്ടിയില്ല. യേശു പറഞ്ഞു, അത് നിങ്ങൾ വലത്തോട്ട് വലയെറിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല നിറച്ച് വഞ്ചി നിറച്ച് അവർക്ക് പൊക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് മത്സ്യം കിട്ടിയത്. ഇപ്പോൾ ഒരു പെട്ടെന്ന് അവൻ തന്നെ പറയും, ട്രമൻഡസ് ചേഞ്ചിങ്, അവർ വിചാരിക്കാത്ത തരത്തിലാണ് കമ്പനിക്ക് വർക്ക്. ചിലപ്പോൾ ഒക്കെ 4-5 വർക്കുകൾ വന്നിട്ട് വർക്കേഴ്സിനെ കിട്ടാണ്ട് ഒരു പരിധി നടക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ചേഞ്ചസാണ് വന്നിട്ടുള്ളതാണ്. അതാണ് എൻ്റെ അമ്മ എനിക്ക് യേശുവിൽ നിന്ന് മേടിച്ച് തന്നിട്ടുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസത്തിനെ ആഴപ്പെടുത്തണം. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഉടമ്പടിയിൽ വെച്ച നിയോഗമായതുകൊണ്ട് 90 ദിവസത്തിനുള്ളിൽ എനിക്ക് കമ്പനിക്ക് അൾട്ടിമേറ്റായിട്ടൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ നല്ലൊരു വണ്ടി വാങ്ങിക്കണം എന്നുള്ള ഒരു മോഹം അവൻ പറഞ്ഞു. വണ്ടി ഉണ്ട് ഒരെണ്ണം, എന്നാലും വർക്കേഴ്സിനെ കൊണ്ടുപോകാനായിട്ടുള്ള നല്ലൊരു വണ്ടി വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രീമിയം വണ്ടി തന്നെ. ഈ പറഞ്ഞ പൈസ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ 3-4 മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഓഫീസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ ഒരു പ്രീമിയം വണ്ടി വാങ്ങിക്കാനും പറ്റി. ഇതെല്ലാം ഇവൻ ഓഫീസിലേക്ക് ഞാനും പോയിട്ടുണ്ട്. ഇവനും ഞാൻ പറയും, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് ഓഫീസിൽ ആരും ചവിട്ടാത്തോട്ട് മോനിട്ടോളോ, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് ഉപ്പിട്ടോളോ, കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അത് ഉപ്പിട്ടോളോ. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഉടമ്പടി തൈലം ഉടമ്പടി കാശ് രൂപം കൊടുത്തു വിടും. എന്നെ കൂട്ടുപിടിച്ചോളോ, അമ്മ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോളോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവൻ അതുപോലെ തന്നെ അനുസരിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ഉപ്പും കാശ് രൂപം കൊടുത്തു വിടും. എന്നോട് ചോദിക്കും, അമ്മ ഉപ്പ് കാശ് രൂപം തായോ എന്ന് പറയും. കാശ് രൂപം കൊടുക്കും. വിശ്വാസപ്രമാണം ചൊല്ലി ആ വണ്ടിയുടെ സീറ്റിലും ഒക്കെ ഇട്ടിട്ടാണ്. അതും ഒരു വിത്തിൻ ഡേയ്സ് ആ ഒരു വണ്ടി സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. കൂടാതെ പിന്നെ അതുപോലെ തന്നെ ലൈസൻസിൻ്റെ കാര്യത്തിന് മകൾക്ക് പേടിയാണ്. ലൈസൻസ് എടുക്കാൻ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കാശ് രൂപം കൊടുത്തു വിട്ടിട്ടുണ്ട്. മാതാവിൻ്റെ തൈലം അവളുടെ നെറ്റിയിൽ പൂശി കൊടുക്കും. ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം ഉപ്പും അവൾ വാഹനത്തിലിട്ടിട്ട്, അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് അവൾ വിചാരിച്ചില്ല അവൾക്ക് കിട്ടുന്നു. പക്ഷേ അമ്മ ലൈസൻസ് അവൾക്ക് നേടിക്കൊടുത്തു. പിന്നെ അതുപോലെ ഞാൻ മകൻ്റെ കല്യാണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് 3 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കല്യാണം ഞാൻ വിളിക്കുക, ഈ സന്നിധിയിൽ വന്നിട്ട് അമ്മേനെ കല്യാണം വിളിച്ചിട്ടേ ഞാൻ കല്യാണം വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു. 2ാമത് മന്ത്രകോടി എടുക്കണേക്കാളും മുമ്പ് അമ്മയ്ക്കൊരു സാരി എടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ മന്ത്രകോടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് മന്ത്രകോടി അമ്മയ്ക്കൊരു സാരി എടുത്തു കഴിഞ്ഞതിന് ശേഷം മന്ത്രകോടി ഒരു 30 മിനിറ്റിനുള്ളിൽ ഈ കല്യാണത്തിൻ്റെ മന്ത്രകോടി എനിക്ക് അമ്മ വേഗം എടുത്തു തന്നു.
അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എൽത്തുരുത്തിൽ അമ്മ എന്ന ഒരു മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന മക്കളുടെ ഒരു അഭയകേന്ദ്രമുണ്ട്. അവിടെ മക്കൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമേ ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മകനോട് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, അമ്മ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എന്താ ചെയ്യാൻ, നമുക്ക് നെടുപ്പുഴയുള്ള അമ്മമാർ 10-20 പേരുള്ളൊരു അമ്മമാരടങ്ങിയിട്ടുള്ള ഒരു അഭയകേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് പോന്നു. എന്നാലും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അമ്മോട് പറഞ്ഞത് ഞാൻ മാനസിക വൈകല്യം നേരിടുന്ന മക്കൾക്ക് കൊടുക്കാമെന്നാണ്, അവരുണ്ടട്ടെ ഞാൻ ഉണ്ണുള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കത് പറ്റിയില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ തലേ ദിവസം ചന്തം ചാർത്തണേന് ഞങ്ങൾ 100 പേരെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്ടോബർ 19-ാം തീയതി, ഒക്ടോബർ 20-ാം തീയതി കല്യാണം, 19-ാം തീയതി. 18-ാം തീയതി രാത്രിയായപ്പോൾ എന്നെ വിളിക്കുകയാണ്, അമ്മ പാവപ്പെട്ടവർ വല്ലവരും ഉണ്ടോ ഭക്ഷണം കൊടുക്കാനായിട്ട്, നാളേക്ക് വരേണ്ട ഫുഡ് ഇന്ന് വന്നോർക്കണം. ഞാനത് തെറ്റി സൈൻ ചെയ്ത് പോയതാണ്, എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അപ്പം അതുകൊണ്ട് എന്താ പറ്റിയേ, ഞാൻ ആർക്കാണോ കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അവർക്ക് കൊടുത്തിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ മക്കൾക്ക് 19 പേരടങ്ങുന്ന ആ മക്കൾക്ക് കൊടുക്കാനും വേറെ സ്ഥലത്ത് 19 പേരിലധികമുള്ള മക്കൾക്ക് കൊടുക്കാനും സാധിച്ച അമ്മ എൻ്റെ ആഗ്രഹം നിർത്തി തന്നു. അതുപോലെ വീട്ടിലായാലും എപ്പോഴായാലും പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാനൊന്നുമില്ല. കാരണം ഈ അമ്മയും മോനും എപ്പോഴും നമ്മുടെ അരിയത്തുണ്ട്, കൂടെയുണ്ട്. അവരോട് എപ്പോഴും സംസാരിക്കണ കാരണം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയോ പരിഭവമോ ഒന്നുമില്ല. ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ദൈവത്തോട് പരാതി പറഞ്ഞിട്ടില്ല, പരിഭവം പറഞ്ഞിട്ടില്ല. സങ്കടങ്ങൾ പറയാറുണ്ട്, പക്ഷേ പരിഭവമോ എൻ്റെ തരാത്തത് എന്നോട് ഇങ്ങനെ ചെയ്തേന്നാ ഇന്ന് വരെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. മകൾക്കായാലും മകളുടെ കുട്ടിക്കായാലും ആർക്കായാലും ഞാൻ ഉടമ്പടി തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലം, അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പും തേനും എല്ലാം വ്യഞ്ജിച്ച വസ്തുക്കളാണ് ഞാൻ ഉപയോഗിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയ വിശ്വാസത്തിലോട് കൂടിയിട്ട്. ഈ കൊന്തയാണ് എൻ്റെ വിശ്വാസത്തിൽ. ഈ കൊന്തേമ്മയാണ് എൻ്റെ മക്കളെ ഞാൻ കൊണ്ടു നടക്കുന്നത്. അവരെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ എന്നും വിശ്വാസപ്രമാണം ചൊല്ലി തൈലം നെറ്റീമ, അവരെ 2 പേരുടെയും തൈലം നെറ്റീമ കുരിശ് വരച്ച് അവരെ അനുഗ്രഹിച്ചിട്ടാണ് എന്നും ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. അതുപോലെ വീട്ടിലുള്ള വാഹനങ്ങൾക്ക് ഒക്കെ ഞാൻ ദിവസത്തിൽ 2 പ്രാവശ്യം പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും വീട്ടിലെ വാഹനങ്ങളെയും വീടിനെയും വിശുദ്ധ കുരിശുകൊണ്ട് വിശുദ്ധീകരിച്ചതിനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥന ചെയ്യാറ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം എനിക്ക് ആദ്യം ഞാനൊരു മടി പോലെ ഉണ്ടായിരുന്നു. അവർ തിരസ്കരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കൊടുത്തു കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലാണ് ആദ്യം തുടങ്ങിയത്. മെഡിക്കൽ കോളേജിൽ കൊടുക്കും, കുടുംബശ്രീയിൽ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഇടയിൽ, അതുപോലെ ഇടവക പള്ളിയിൽ, പുത്തമ്പള്ളിയിൽ, ലൂർദ് പള്ളിയിൽ, പാവർട്ടി പള്ളിയിൽ, അതുപോലെ മകൻ്റെ കല്യാണം വിളിക്കാനായിട്ട് പോകുമ്പോൾ വിവാഹക്കുറിക്ക് മുമ്പ് ഞാൻ ഈ അമ്മയുടെ കൃപാസന പത്രം കൊടുത്തിട്ടാണ് എനിക്ക് അമ്മ വഴി നേടിത്തന്നതാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി കൃപാസന പത്രം കൊടുത്തിട്ടതിന് ശേഷമാണ് ഞാൻ കല്യാണത്തിൻ്റെ വിവാഹകത്ത് അവർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ അമ്മയുടെ പ്രേക്ഷിതയാവാനായിട്ട് ഇപ്പോഴേ എനിക്ക് സാധിക്കുന്നു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് പണ്ടും അറിയാത്തവർക്ക് ഞാൻ ആരോടും പറയാറില്ല, ഞാൻ കൊടുക്കണത് ആരോടും പറയാറില്ല. ഭക്ഷണം കെട്ടി ഞാൻ പൊതിഞ്ഞ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ തൃശ്ശൂർ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ മക്കളോടോ ഭർത്താവിനോടോ ആരോടും പറയാറില്ല. ഞാൻ ഒറ്റയ്ക്കാണ് തുഴഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഉടമ്പടി ഞാൻ മാത്രമാണ് ചെയ്തിരുന്നത്. ഒരാൾ ഞാൻ അതിനേക്ക് വലിച്ചഴച്ചിട്ടില്ല, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മകനോട് പറയും, ആവശ്യം ഇങ്ങനെ ഇവർക്ക് ഇന്ന് സഹായിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞാൽ അവൻ കൈ അഴിഞ്ഞ് സഹായിക്കും. ഞാൻ
ക്യാൻസർ രോഗികൾ ഒരു സഹായിക്കാൻ വന്നിട്ടുണ്ട്. വസ്ത്രങ്ങൾ ഞാൻ ഇവർക്ക് കൃപാസനത്തിൽ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കും വസ്ത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ വഴി ഞാൻ അറിയാത്തവർക്ക് ഞാനൊരു മാസത്തിൽ 3-4 പ്രാവശ്യം സോഷ്യൽ മീഡിയ വഴി എനിക്കിപ്പോൾ എനിക്കായിട്ട് സ്വന്തമായിട്ട് വരുമാനമില്ല, എൻ്റെ മകൻ തരുന്നതാണ്. അതുവഴി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പൊതിച്ചോറ് കെട്ടിയിട്ട് കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും തന്നിട്ടുണ്ട്. എല്ലാം എനിക്ക് എപ്പോഴും നന്ദിയുള്ളവളായിരിക്കണം, വിശ്വസ്തതയും വിശ്വാസത്തോടു കൂടി നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഓഫീസിൻ്റെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ അമ്മോട് പറഞ്ഞു ഇങ്ങനെ മോശം സിറ്റുവേഷനിലാണ് പോകുന്നത്, അപ്പോൾ എനിക്ക് ഇതിലെന്തെങ്കിലും അമ്മ പ്രാർത്ഥനയിൽ എൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ ഉടമ്പടിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച എനിക്ക് കറക്റ്റ് ദിവസങ്ങൾ ഓർമ്മയില്ല, ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് എൻ്റെ ഓഫീസിലുണ്ടായത്. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി.